അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തിരൂരങ്ങാടി മേഖല SKSFിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഹെപ്റ്റാറ്റൈറോ 50 ഡേയ്സ് ഓഫ് ഫിയസ്റ്റയുടെ ഭാഗമായി തിരൂരങ്ങാടി മേഖല തൊലബാവിംഗ് സംഘടിപ്പിക്കുന്ന വൺ ഡേ വെബിനാറിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ ഒരു സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു ഇരുലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വൺ ഡേ വെബിനാറിൽ നമ്മൾ മുഖ്യമായി എടുത്തിട്ടുള്ള വിഷയം നമുക്ക് അറിയാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിധി പുറപ്പെടുവിച്ച ബാബരി, അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് കേസുകളിലായ നമ്മുടെ ബാബരിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒട്ടുമിക്ക ആളുകൾക്കും ഒരുപാട് കൂടുതൽ അറിയാം, എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വൺ ഡേ വെബിനാറിൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യുന്നത് ബാബരിയുടെ തുടക്കം മുതൽ അതിൻ്റെ അവസാന വിധികൾ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ചുരുങ്ങിയ നേരം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതാണ് ബാബരിയെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാബരിയെക്കുറിച്ച് സുദീർഘമായി ഒന്നും ഞാൻ സംസാരിക്കേണ്ടതില്ല. നമുക്ക് കൂടുതൽ അറിയാവുന്നതാണ് അതിനെക്കുറിച്ച്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 400 വർഷത്തിലധികം പഴക്കം കണക്കാക്കുന്ന ഒരു ആരാധനാലയമാണ് ബാബരി മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ആദ്യ മുഗൾ ചക്രവർത്തിയായ ബാബറാണ് അതിൻ്റെ സ്ഥാപകൻ പണി കഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നുണ്ട്. അവിടെ പ്രശ്നം വരാനുണ്ടായ കാരണം അതിതീവ്ര ഹിന്ദുക്കൾ, മുസ്ലിം വിരോധികളായ അതിതീവ്ര ഹിന്ദുക്കൾ ബാബരി മസ്ജിദിൽ അവരുടെ ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമൻ്റെ ജന്മസ്ഥലം അവിടെയാണ് ഉണ്ടായത് എന്നവർ വാദിക്കുന്നു. ആ സ്ഥലത്താണ് പള്ളി പണിതത് എന്ന് അവർ വാദിക്കുകയുണ്ടായി. അങ്ങനെ അവർ പ്രശ്നം അവിടെ ഉടലെടുക്കുകയാണ്. അങ്ങനെ കാലങ്ങളോളം ആ പള്ളി അടക്കപ്പെട്ടു. ഈ ഒരു ആരോപണം നിലവിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം വാസ്തവത്തിൽ ഉള്ളതല്ല. കാരണം എല്ലാവർക്കും അറിയാം, ശ്രീരാമൻ്റെ ജന്മസ്ഥലം അവിടെയുള്ള തൊട്ടപ്പുറത്തുള്ള സ്ഥലത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവരെ നമ്മുടെ ഈ മുസ്ലിമീങ്ങളായ പാവപ്പെട്ട ആളുകളെ അടിച്ചമർത്തപ്പെടുകയും അവരെ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആട്ടിയോടിക്കണം എന്ന ഒരു രീതിയിൽ RSS പോലുള്ള RSSും BJP പോലുള്ളവർ അവർ നമ്മെ ഈ ഇന്ത്യയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് അവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1940 മുമ്പ് മസ്ജിദ് ഈ ജന്മസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മാത്രമല്ല ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ഒരു പള്ളികളിലൊന്നായിരുന്നു ഈ ബാബരി മസ്ജിദ് എന്നറിയപ്പെടുന്നത്. പിന്നെ മാത്രമല്ല ഈ സ്ഥലത്തിൽ തർക്കത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയത് ഹിന്ദു മുസ്ലിം ലഹള നടന്ന സമയത്താണ്. ഹിന്ദു മുസ്ലിം ലഹള നടന്നത് ഓർമ്മ ശരിയാണെങ്കിൽ 1853 തോന്നുന്നു. നവാബ് വാജിദ് അലി ഷായുടെ ഭരണകാലത്താണ് ഈ ഒരു പ്രശ്നം ആദ്യമായി ഉടലെടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് കാലങ്ങളോളമായി പ്രശ്നങ്ങളും പള്ളികൾ അടച്ചിടലും പള്ളി പൂട്ടിക്കലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഒരുപാട് കാലങ്ങൾ, വർഷങ്ങളോളം 200 വർഷത്തോളമായി പള്ളികൾ അടക്കപ്പെട്ടു. നമസ്കാരമില്ല, ഒരു കാര്യവും അവിടെ ഇല്ല. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒരു കുറവ് അവിടെയുണ്ട്. ഒരു പക്ഷേ ആ പള്ളിയിൽ അവരുടെ ആരാധന നമ്മുടെ മുസ്ലിമീങ്ങൾ നമ്മുടെ ആളുകൾ പോയി നമസ്കരിക്കാതിരിക്കുകയോ, കുറഞ്ഞ ആളുകൾ മാത്രം പോവും. അത്രയും വലിയൊരു പള്ളിയിൽ കുറഞ്ഞ ആളുകൾ മാത്രം പോകും. പിന്നെ ഒന്നാമത് നിരക്ഷരത, വിദ്യാഭ്യാസം പഠിക്കാതെ അറിവിൻ്റെ ഒരു കുറവ് നമുക്ക് അവിടെ വന്നു പോകുന്നുണ്ട്. അക്കാരണം ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഹിന്ദുക്കൾ RSSൻ്റെ ഭീകരന്മാർ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. ഞാൻ സുദീർഘമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ ചെറിയൊരു ആമുഖം മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ പ്രഗത്ഭരായ പൂക്കോട്ടൂർ സാഹിബ്, അതുപോലെ സത്താർ സാഹിബ്, ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ചർച്ചയാണ് ഇനി നമുക്ക് വരാനുള്ളത്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ കാര്യമായി പങ്കെടുക്കുന്നത്, ഈ ബാബരി വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മോയിൻ ഹുദവി മലയമ്മയുണ്ട്, അതുപോലെ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ, അതുപോലെ സത്താർ സാഹിബ്, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ നേതൃത്വത്തിലാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ MP ആയ ET മുഹമ്മദ് ബഷീർ സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിഷയാവതരണം നടത്തുന്നത് ബാബരി നാൾ വഴികളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ ഉസ്താദ് അവർകളാണ്. കോടതികളും നീതിന്യായവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സാഹിബാണ്. മതേതര ഇന്ത്യയും നാളുകളും എന്ന വിഷയത്തിൽ നമ്മോട് ആസ്പദമാക്കി സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സത്താർ സാഹിബ് പന്തലൂർ അവറുകളാണ്. നമ്മുടെ ഈ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോഡറേറ്ററായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ ഉള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ KT ജാബിർ ഹുദവി അവറുകളാണ്. എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ തിരൂരങ്ങാടി മേഖല തലഭാവിങ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ബാബരി മസ്ജിദ് സംബന്ധിച്ച വിധിയിലെ നാൾവഴികളിലൂടെയും കോടതികളും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും മതേതര ഇന്ത്യ ഏതൊരു ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചുമെല്ലാം തന്നെ ഒരു ചർച്ച ഓൺലൈൻ സംഘടിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ ശരിയാണ്, എത്രയോ സംസാരിച്ചാലും തീരാത്തത്ര പ്രശ്നസങ്കീർണമായി തീർന്നിരിക്കുകയാണ്. ബാബരി മസ്ജിദിൻ്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇതിൽ 2019 നവംബറിലുണ്ടായിട്ടുള്ള ബാബരി മസ്ജിദിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ വന്ന വിധിയെടുത്ത് പരിശോധിച്ചാൽ ആ വിധി ഇപ്പോഴത്തെ വിധിയും തമ്മിൽ കൂട്ടി ചേർത്ത് വായിച്ചാൽ ഒറ്റ വാക്കിൽ അതിനെ സംഗ്രഹിക്കുകയാണെങ്കിൽ കുറ്റം നടന്നതിന് തെളിവുണ്ട്, എന്നാൽ കുറ്റക്കാരില്ല എന്ന സ്വഭാവത്തിലാണ്. 2019 നവംബറിലെ ഭരണഘടനാ ബെഞ്ചിൻ്റെ തീരുമാനം, സുപ്രീം കോടതിയുടെ തീരുമാനം, പള്ളി നിൽക്കുന്ന സ്ഥലമടക്കം ഉള്ള എല്ലാ സ്ഥലവും ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കാമെന്നുള്ളതാണ്. ആ വിധി അന്യായമായിരുന്നു, സത്യത്തിന് വിരുദ്ധമാണ്. പക്ഷേ വളരെ വിശദമായ വിധിയിൽ 2-3 വരിയെങ്കിലും സത്യമുണ്ടായിരുന്നു. ആ 2-3 വരി എന്താണെന്ന് വെച്ചാൽ, 450 കൊല്ലം മുമ്പേ അവിടെ ഉണ്ടായിരുന്ന മസ്ജിദ്, ആ മസ്ജിദ് നിയമവിരുദ്ധമായി തകർത്തു.
കാൽക്കുലേറ്റഡ് മൂവ് എന്നാണ് പറഞ്ഞത്. ആസൂത്രണം ചെയ്ത വിധത്തിൽ അതിനെ തകർത്തു എന്നാണ്. അത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആയിരക്കണക്കിന് പേജുള്ള അതിൽ 3 വാചകമെങ്കിലും സത്യം പറയുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടേതായിരുന്നു, അത് പൊളിച്ചു, നിയമവിരുദ്ധമാണ്, കാലിക്കൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് അതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വിധി കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താനുള്ള വിധിയിൽ, ഗൂഢാലോചന ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താനുള്ള വിധിയിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതിൽ കുറ്റക്കാരായിട്ട് ആരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. കുറ്റക്കാരായിട്ട് ആരെയും കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല, കുറ്റക്കാരായി ലോകമാകെ കണ്ട RSSൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും BJPയുടെയും നേതാക്കൾ, അതിലെ പ്രമുഖർ പലരും ഉണ്ട്. അദ്വാനിയുണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്, ഉമാഭാരതി അടക്കം ഉള്ള എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, കോടതി അവർക്കൊരു വലിയ ബഹുമതി പത്രം കൊടുത്തു. അവർ ശാന്തമാക്കി ആളുകൾ നിർത്താൻ വേണ്ടി പരിശ്രമിച്ചവരാണ് എന്ന്. ആരും കുറ്റവാളികളല്ല എന്ന് പറഞ്ഞുള്ള 32 പ്രതികളെയും വെറുതെ വിട്ടു. അവരിപ്പോൾ ആഘോഷിച്ച് നടക്കുകയാണ് ഇന്ത്യയിലാകെ. ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ തന്നെ ഒരു ദുര്യോഗമായിട്ട് നമ്മളിന്ന് കാണുന്നത്, ജുഡീഷ്യറിയുടെ വിധികൾ സത്യവിരുദ്ധമായി തീരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2019 വിധിയിൽ ഒരു ചെറിയ അംശം സത്യമുണ്ടായിരുന്നെങ്കിൽ ഈ വിധിയിൽ സത്യത്തിൻ്റെ കണിക പോലുമില്ല. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ജനാധിപത്യത്തിൻ്റെ മൗലിക പ്രമാണമായിട്ടുള്ള പാർലമെൻ്റ് ആകട്ടെ, എക്സിക്യൂട്ടീവ് ആകട്ടെ, ജുഡീഷ്യറി ആകട്ടെ, എല്ലാറ്റിൻ്റെയും ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമായി തോന്നിയിരിക്കുകയാണ്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ വേദനിക്കുന്ന ചിത്രമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലാണുള്ളത്. ഇന്നത്തെ ഹിന്ദു പത്രം എൻ്റെ മുമ്പിലുണ്ട്. അതിലൊരു ഫുള്ള് പേജ് ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിൻ്റെ ഹെഡിങ്ങാണ് ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാസ്റ്റ്, ക്രൈം, ക്രീമിയേഷൻ എന്നതാണ് ഫുൾ പേജ് ഹിന്ദുവിൻ്റെ ലേഖനം. ജാതി, ക്രിമിനൽ കുറ്റം, പിന്നെ മരണാനന്തര ക്രിമിയേഷൻ. UP-യിൽ നടന്ന ആ സംഗതിയെപ്പറ്റി ലോകം തന്നെ ദുഃഖിക്കുകയാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഗതി വന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്ന കാര്യത്തിൽ. അതൊന്നു മാത്രമല്ല, ഓരോ ദിവസവും പത്രം നിറയെ ജാതിപറിയുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ, ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുന്ന മറ്റു കാര്യങ്ങൾ, ഭരണകൂടത്തിൻ്റെ സംരക്ഷണയോടുകൂടി നടക്കുന്ന ജനാധിപത്യ മതേതര വിരുദ്ധ നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ നാടിനെ ഇരുണ്ട ഒരു രാജ്യമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും, എല്ലാ ദിവസവും നമുക്ക് സന്ദർഭങ്ങൾ കിട്ടും. ഈ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഞങ്ങൾ കൊണ്ടുവരുന്നത് അത് ചെയ്യാം. രാജ്യത്ത് ശക്തമായിട്ടുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളുടെ യോജിപ്പ് ഉയർന്നു വന്ന് ഇത്തരം തെറ്റിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ മസ്തകത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായി ബാബരി മസ്ജിദ് കേസിൻ്റെ എല്ലാ വിധികളും പുറത്തു വന്നു കഴിഞ്ഞു. 2020 ഓഗസ്റ്റ് 5-ന് അയോധ്യയിൽ ഒരു രാമക്ഷേത്രത്തിന് ശിലയിട്ടതോടുകൂടി ഇന്ത്യയുടെ ജുഡീഷ്യറിയും മതേതരത്വവും ഒരു നോക്കുകുത്തിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയും നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ ആ ഒരു ബഹുസ്വര പരിസരവും വളരെ മനോഹരമായി എന്നും ഉയർത്തിക്കാട്ടുന്ന അതിൻ്റെ ഈ ഒരു ബഹുസ്വര പാരമ്പര്യത്തിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഈ കോടതി വിധി പുറത്തു വന്നിരിക്കുന്നത്. ഒടുവിൽ ബാബരി മസ്ജിദ് പൊളിച്ച കേസിൽ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ 32 പ്രതികളെയും വെറുതെ വിട്ടു എന്ന വിധിയും വാർത്തയും നമ്മൾ വായിച്ചു. തെളിവുകളുടെ അഭാവത്തിലാണ് കേസിലെ എല്ലാ പ്രതികളെയും കോടതി തന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 100 കോടി ജനങ്ങളോടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടേ നമുക്ക് ഈ വിധിയെ മനസ്സിലാക്കാൻ സാധിക്കൂ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് 25 വർഷം കഴിയുമ്പോഴും അതിൽ നീതി ലഭിക്കാൻ ഇവിടുത്തെ ജനസമൂഹത്തിന് ഒരു വഴി ഇവിടുത്തെ ജുഡീഷ്യറിയിലൂടെ തുറന്നു വന്നിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരം തന്നെ. സ്വതന്ത്ര ഇന്ത്യയുടെ നെറ്റിത്തടത്തിൽ ഒരിക്കലും മായാത്ത വർഗീയതയുടെ കറുത്ത പാടായി അത് ഇനി ശേഷിക്കുക തന്നെ ചെയ്യും. അയോധ്യയിലെ രാമക്ഷേത്രം മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളോളം സുജൂദ് നിർവഹിച്ച ഒരു പള്ളി തകർത്തുകൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് വരും തലമുറകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഫാസിസം അതിൻ്റെ പാരമ്യതയിൽ തിമർത്താടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ ഇതിലപ്പുറം കോടതികളിൽ നിന്ന് പോലും നമുക്ക് മറ്റൊന്ന് പ്രതീക്ഷിക്കുക സാധ്യമല്ല. പക്ഷേ പകൽ വെളിച്ചം പോലെ വ്യക്തമായ വസ്തുതകൾ പോലും യാതൊരു തെളിവിൻ്റെയും പിൻബലമില്ല എന്ന പേര് പറഞ്ഞ് നിഷേധിക്കാൻ മറ്റാർക്കാണ് സാധിക്കുക? മസ്ജിദ് തകർത്തത് മുൻകൂട്ടി ആസൂത്രണം നടത്തിയാണ് എന്ന് തെളിയിക്കുന്നതിന് പ്രതികൾക്കെതിരെ ശക്തമായ തെളിവില്ലെന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. പള്ളി തകർത്തത് പെട്ടെന്നുണ്ടായ വികാരത്തിലാണെന്നും ആ അക്രമത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുക മാത്രമാണ് അവർ ചെയ്തതെന്നും ഒരു വിരോധാഭാസമായി അവർ പറഞ്ഞിരിക്കുന്നു. എത്രമാത്രം ബാലിശമാണ് ഈ വാദങ്ങൾ! ഇന്ത്യൻ ചരിത്രത്തോടും സംസ്കാരത്തോടും പാരമ്പര്യത്തോടുമുള്ള ഏറ്റവും വലിയ നിഷേധമായിട്ടല്ലാതെ നമുക്കിതിനെ മറ്റെങ്ങനെ വായിക്കാൻ സാധിക്കും? കേവലം ഒരു മിത്തിനെ സർവ്വസന്നാഹങ്ങളോടും കൂടി ഒരു ചരിത്രമായി സ്ഥാപിക്കാനും ആ ചരിത്രത്തെ ഇന്ത്യയുടെ ചരിത്രമായി അടിച്ചേൽപ്പിക്കാനും സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഹീനമായ ശ്രമങ്ങളുടെ പ്രകടനാവിഷ്കാരമായി മാത്രമേ നമുക്ക് ഈ സംഭവങ്ങളെയെല്ലാം വായിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ എന്തായിരുന്നു ബാബരിയുടെ ചരിത്രം? എങ്ങനെയാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഒരു സിമ്പലായി അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 400 വർഷത്തിലധികം പഴക്കം കണക്കാക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണ് ബാബരി മസ്ജിദ്. 16-ാം നൂറ്റാണ്ടിൽ, വ്യക്തമായി പറഞ്ഞാൽ 1528-ൽ ഇന്ത്യയിലെ ആദ്യ മുഗൾ ചക്രവർത്തിയായ സഹീറുദ്ദീൻ ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ മന്ത്രിമാരിൽ ഒരാളായ മിർബാഖിയാണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. സാധാരണ ഒരു പള്ളി എന്നുള്ളതിൽ കവിഞ്ഞ് അന്ന് അതിന് അത്രമാത്രം വലിയ സവിശേഷതകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 3 നൂറ്റാണ്ടിലേറെ കാലം ജനലക്ഷങ്ങൾ ഇവിടെ വെച്ച് നമസ്കരിച്ചു. ഓരോ ദിവസവും ബാബരിയുടെ മുനാരങ്ങളിൽ നിന്നും 5 സമയങ്ങളിൽ ബാങ്കുലി ഉയർന്നു. അന്നൊന്നും തദ്ദേശീയർക്കോ പുറത്തുള്ളവർക്കോ ബാബരി ഒരു വിഷയമായിരുന്നില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1853-ലാണ് പുരാതനമായ രാമക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ബാബർ പള്ളി പണിതത് എന്ന് ആരോപിച്ചുകൊണ്ട് നിമ്രോഹി എന്ന ഹിന്ദു വിഭാഗം ബാബരി മസ്ജിദിന് അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. ചരിത്രപരമായി യാതൊരുവിധ സാധ്യതയും പിൻബലവുമില്ലാത്തതായിരുന്നു ഈ വാദഗതി. അതിന് ചരിത്രപരമായ തെളിവുകൾ മുന്നോട്ട് വെക്കാനും അവർക്ക് സാധിച്ചിരുന്നില്ല. നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നത് 1575-76 കാലഘട്ടത്തിലാണ് തുളസീദാസ് രാമചരിതമാനസം എഴുതുന്നത്. അയോധ്യയിൽ
രാമൻ്റെ ജന്മഭൂമിയാണ് എന്നതിനെക്കുറിച്ചോ അവിടെ ഒരു ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്നതിനെക്കുറിച്ചോ യാതൊരു സൂചന പോലും അതിൽ പരാമർശിക്കുന്നേയില്ല. എന്നാൽ ചരിത്ര പിൻബലമില്ലാത്ത ഈ ഒരു വാദഗതി 1853 ചില ആളുകളുടെ ചില അജണ്ടകളുടെ ഭാഗമായിട്ട് പുറത്തു വരികയായിരുന്നു. ഇതോടെ 1853-55 കാലങ്ങളിൽ അയോധ്യയിലും പരിസരങ്ങളിലും ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള സംഘർഷങ്ങൾ തലപൊക്കി. അന്നിവിടെ ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിനെ പല വിധത്തിലും മുതലെടുത്തു. 1885 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്നത്. രഘുബീർ ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബാബരി പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി കൊടുത്തു. എന്നാൽ 1886 ദാസിൻ്റെ ഹർജി ജഡ്ജി അനുമതി നിഷേധിച്ചു. മാത്രമല്ല അപ്പീൽ തള്ളിക്കളഞ്ഞു. എന്നാൽ ബാബരി ഇഷ്യൂ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം കത്തിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടിരുന്നത്. 1870 ബ്രിട്ടീഷുകാരനായ HR നെവിൽ തയ്യാറാക്കിയ ഫൈസാബാദ് ഗസറ്റിയറിൽ ബാബരി മസ്ജിദ് എന്നുള്ളതിന് പകരം ജന്മസ്ഥാൻ മസ്ജിദ് എന്ന് പ്രയോഗിച്ചിരുന്നു. ഈ പ്രദേശം ഒരു തർക്കസ്ഥലവും ഈ പള്ളി ഒരു തർക്ക മന്ദിരവുമായി മാറുന്നത് ഇങ്ങനെയാണ്. പതിറ്റാണ്ടുകൾ വീണ്ടും കടന്നുപോയി. 1934 പള്ളിക്ക് നേരെ ശക്തമായ ആക്രമണം നടന്നു. അക്രമി സംഘം പള്ളിയുടെ ഗേറ്റും ഗോപുരങ്ങളും തകർത്തു. എന്നാൽ ബാബരി മസ്ജിദ് കേസിൽ ഏറ്റവും നിന്ദ്യകരമായ ഒരു സംഭവം അരങ്ങേറിയത് 1949 ഡിസംബർ 22 അന്ന് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അയോധ്യയിലെ മുസ്ലിങ്ങൾ കണ്ടത് ഏറെ ഖേദകരവും വേദനാജനകവുമായ ഒരു കാഴ്ചയാണ്. അന്നു രാത്രി ബാബരി മസ്ജിദിനകത്ത് ചില അക്രമികൾ അതിക്രമിച്ചു കയറി ശ്രീരാമ വിഗ്രഹം പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. ഇതോടെ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്ന പള്ളിയിൽ ഹിന്ദു വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് ഒരിക്കലും തന്നെ അവർക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് രാമജന്മഭൂമിയാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് വ്യക്തമായ തെളിവുകളും ഉണ്ടായിരുന്നില്ല. വലിയ സംഘർഷങ്ങൾക്ക് വഴി തുറന്നതോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പള്ളിയിൽ കടക്കുന്നത് ജില്ലാ ഭരണകൂടം തടഞ്ഞു. ഇതോടെ പള്ളിയിൽ നമസ്കാരം നിലച്ചു. ആ മുനാരങ്ങളിൽ നിന്നും പിന്നീട് ബാങ്കുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കാതെയായി. 1950 ജനുവരി 16 ഭൂമിയുടെ പള്ളി നിലനിന്നിരുന്ന ഭൂമിയുടെ അവകാശപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കളിലെ ഒരു വിഭാഗമായ നിർമോഹി അഖാഡ കോടതിയെ സമീപിച്ചു. 1959 തർക്കസ്ഥലത്തിൻ്റെ മാനേജർ തങ്ങളാണെന്ന് അവകാശപ്പെട്ട് നിംറോഹികളും കോടതിയിലെത്തി. 1961 ഡിസംബർ മാസത്തിൽ വിഗ്രഹം മാറ്റിവെച്ച് പള്ളി തങ്ങൾക്ക് നമസ്കരിക്കാൻ വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സുന്നി വഖഫ് ബോർഡ് രംഗത്ത് വന്നു. ബാബരി മസ്ജിദ് കേസ് കൂടുതൽ സങ്കീർണമാകുന്നത് ഇങ്ങനെയാണ്. സംഘപരിവാർ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഒരു ടൂളായിട്ട് ബാബരിയെ ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നെ രാജ്യം കണ്ടത്. ഹിന്ദുക്കൾക്കിടയിൽ വർഗീയ വികാരം കുത്തിവെച്ച് ബാബരിയെ എന്നും ഒരു കത്തുന്ന വിഷയമായി അവർ ഇന്ത്യയിൽ കൊണ്ടു നടന്നു. 1984 പള്ളി നിൽക്കുന്ന സ്ഥലം ക്ഷേത്ര ആരാധനക്ക് തുറന്നു കിട്ടണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രക്ഷോഭം ആരംഭിച്ചു. ദീർഘകാലത്തേക്കുള്ള അജണ്ടകൾ നെയ്തെടുത്ത ശേഷമായിരുന്നു ഈ പ്രക്ഷോഭത്തിൻ്റെ ആരംഭം. ഇന്ത്യയുടെ ബഹുസ്വരതയും ഇവിടുത്തെ സൗഹൃദാന്തരീക്ഷവും അവർക്ക് മുമ്പിലെ ഒരു വിഷയമേ ആയിരുന്നില്ല. രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ തങ്ങൾ സ്വപ്നം കാണുന്ന ചില അജണ്ടകളെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് സംഘപരിവാർ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ കണ്ടിരുന്നത്. അതിനുവേണ്ടി ഏത് നെറുകേടുകൾ ചെയ്യാനും രക്തം ചിന്താനും രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്താനും അവർ മുന്നോട്ട് വന്നു. 1984 ഒക്ടോബർ 8 അയോധ്യയിൽ നിന്ന് ലക്നൌവിലേക്ക് VHPയുടെ നേതൃത്വത്തിൽ 130 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ലോങ് മാർച്ച് നടത്തി. ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് ബാബരി പള്ളി നിർമ്മിച്ചത് എന്ന ഒരു ധ്വനി ഇന്ത്യയിലാകമാനം പടർത്തുക വഴി
ഹിന്ദുക്കളുടെ വർഗീയ വികാരത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ലോങ് മാർച്ചിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത്. ഒടുവിൽ ഈ ശ്രമങ്ങൾക്ക് അവർ വിജയം കണ്ടു. 1985 പള്ളിയുടെ പരിസരത്ത് അവരുടെ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവിടുത്തെ പുരോഹിതന്മാർക്ക് പ്രാദേശിക കോടതി അനുമതി നൽകി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടകരമായ ഒരു വിധിയായിരുന്നു ഇത്. പള്ളിപ്പരിസരത്ത് നൂറ്റാണ്ടുകളായി അവർ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗിച്ച് വന്നിരുന്ന സ്ഥലം ഹിന്ദുക്കളുടെ കേവല ആരോപണങ്ങൾക്ക് മുമ്പിൽ അതവർക്ക് വിട്ടുകൊടുക്കാനും ആരാധനകൾ അവിടെ വെച്ച് നടത്താനും കോടതിയുടെ അനുമതി വരികയായിരുന്നു. ഇതോടെ 1986 ഫെബ്രുവരി 1 പൂട്ടിയ പള്ളിയുടെ താഴ് തുറക്കപ്പെടുന്നു. 1989 നവംബർ 9 തർക്കസ്ഥലത്ത് ഒരു ക്ഷേത്രത്തിനുള്ള ശിലാന്യാസം നടത്തുന്നതിന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്തിന് അനുമതി ലഭിക്കുന്നതോടെ ഇതിൻ്റെ ചിത്രം തന്നെ മാറുന്നതാണ് നമ്മൾ കാണുന്നത്. തങ്ങളുടെ അജണ്ടകൾ ക്രമേണ വെളിച്ചം കാണുന്നതായും സാക്ഷാത്കരിക്കപ്പെടുന്നതായും നിരന്തരമായ ശ്രമങ്ങളിലൂടെ ഈ പള്ളി പിടിച്ചെടുത്ത് ക്ഷേത്രമാക്കി മാറ്റാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇതിലൂടെ വിശ്വ ഹിന്ദു പരിഷത്ത് ചിന്തിച്ചു. സത്യത്തിൽ ഈ ശിലാന്യാസത്തിനുള്ള അനുമതി ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായിരുന്ന കോൺഗ്രസിൻ്റെ പതനത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. അതേസമയം രാമക്ഷേത്രമെന്ന ഒരു സ്വപ്നത്തിലൂടെ ഭൂമി പൂജ നടത്തി BJP കൊണ്ടുവന്ന ഈ പുതിയ പദ്ധതിയിലൂടെ BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ പുതിയ ഒരു ആവിർഭാവം കൂടിയാണ് ഇതിലൂടെ സംഭവിച്ചത്. 1989 നവംബർ 9 അയോധ്യയിൽ രാമക്ഷേത്രത്തിനായി വിശ്വ ഹിന്ദു പരിഷത്ത് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതോടെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ബാബരി മസ്ജിദിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയെന്നതാണ് നാം കണ്ടത്. പ്രസ്തുത സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രം ഉയർന്നു വരുന്നതിലേക്ക് ചർച്ചകളും സംസാരങ്ങളും മാറിക്കൊണ്ടിരുന്നു. BHPയും RSSും അതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും ശക്തമായി തുടർന്നുകൊണ്ടിരുന്നു. നാടുനീളെ വർഗീയത പ്രചരിപ്പിച്ച് ആളുകളുടെ മനസ്സ് ആ നിലക്ക് പരിവർത്തിപ്പിച്ചു. അന്ന് ലോക്സഭയിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തിയിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പലവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും ശ്രീലങ്ക പ്രശ്നവും കശ്മീർ സാഹചര്യവും കൈകാര്യം ചെയ്തതിൽ വന്ന പിഴവ് കാരണം പലവിധത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് രാമക്ഷേത്ര വിഷയം സജീവമാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാമക്ഷേത്രം പണിയുക എന്നുള്ളതായിരുന്നു BJPയുടെ പദ്ധതി. VHP അതിനുള്ള സർവ്വവിധ തയ്യാറെടുപ്പുകളും അന്ന് തന്നെ നടത്തിയിരുന്നു. പക്ഷേ തൽസ്ഥിതി തന്നെ തുടരാൻ അലഹബാദ് ഹൈക്കോടതി ലക്നോ ബെഞ്ച് അന്ന് ഉത്തരവിടുകയുണ്ടായി. എന്നാൽ കോടതിയുടെ ഉത്തരവ് ധിക്കരിക്കാനും ക്ഷേത്രം പണിയാനുമായിരുന്നു VHPയുടെ പദ്ധതി. ക്ഷേത്രം പണിയുന്നതിനായുള്ള ഫണ്ടും ശ്രീരാം എന്നെഴുതിയ ഇഷ്ടികകളും അവർ നാനാഭാഗത്തു നിന്നും ശേഖരിച്ചു കൊണ്ടിരുന്നു. ഇതോടെ സാമുദായികമായ സംഘർഷങ്ങൾ രൂക്ഷമായി. പള്ളി കോമ്പൗണ്ടിൽ ഒരു ക്ഷേത്രത്തിനുള്ള ശിലാന്യാസം നടത്താൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്ന് നാനാഭാഗങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു. ഇതോടെ കോമ്പൗണ്ടിന് പുറത്ത് ശിലാന്യാസം നടത്തുക എന്ന ഒരു തരത്തിലേക്ക് ഇവിടുത്തെ ഔദ്യോഗിക തീരുമാനങ്ങളെത്തി. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് അതിന് തയ്യാറായിരുന്നില്ല. ഈ നിയമങ്ങളെയെല്ലാം ധിക്കരിച്ചുകൊണ്ട്, വിധികളെയെല്ലാം ധിക്കരിച്ചുകൊണ്ട് 1989 നവംബർ 9 ചില സന്യാസിമാർ ഉൾപ്പെടെയുള്ള VHP നേതാക്കളുടെ സംഘം തർക്കഭൂമിയിൽ പ്രവേശിച്ച് അധികൃതരുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് തർക്കഭൂമിക്കുള്ളിൽ വലിയ വലുപ്പത്തിൽ ഒരു കുഴിയെടുത്ത് ശ്രീകോവിലിൻ്റെ പ്രധാന കവാടം അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരം കൈയടക്കുക എന്നുള്ളതാണ് BJP ഇതിലൂടെയെല്ലാം സ്വപ്നം കണ്ടിരുന്നത്. ഹിന്ദുക്കൾക്കിടയിൽ വർഗീയ വികാരം അടിച്ചേൽപ്പിക്കുക വഴി അവർക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടുത്താനും അതിലൂടെ മുസ്ലിം വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമായ നിരന്തരമായ ആവേശം കുത്തിവെക്കാനും അതിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു മുന്നോട്ട് വരാനുമായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. അങ്ങനെയാണ് LK അദ്വാനിയുടെ കടന്നുവരവ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ BJPയുടെ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു LK അദ്വാനിയുടെ രഥയാത്ര. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണം തങ്ങളുടെ ഏറ്റവും വലിയ അജണ്ടയാക്കി ഉയർത്തിപ്പിടിച്ച്
സജീവമായ ക്യാമ്പയിൻ നടത്തിയ BJP അന്ന് മാത്രം കൊയ്തെടുത്തത് 89 സീറ്റായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJPയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായിരുന്നു ഇത്. വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന രാജ്യത്തെ ഹിന്ദുക്കൾ എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന ഒരു സ്വരൂപമാണ് ശ്രീരാമൻ എന്നുള്ളത് ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീരാമനെ രാഷ്ട്രീയ ലാക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് അവർ തുനിഞ്ഞത്. അതനുസരിച്ച് രാമജന്മഭൂമിയെക്കുറിച്ച് ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനെ തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭരണ തലത്തിലേക്ക് കയറിപ്പറ്റുക എന്ന ഒരു സ്വപ്നവും മുന്നിൽ വെച്ച് 1990 സെപ്റ്റംബർ മാസത്തിൽ അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിക്കുകയാണ്. ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് മധ്യ ഇന്ത്യ വഴി അയോധ്യയിലേക്കായിരുന്നു രഥയാത്ര. ഹിന്ദു വികാരത്തെ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ഇളക്കി വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഈ രഥയാത്ര ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അദ്വാനിയെ വിശുദ്ധനും ഇവിടുത്തെ ജനങ്ങളുടെ രക്ഷകനുമായിട്ടുള്ള ഒരു പരിവേഷം കൂടി അത് ഉണ്ടാക്കിയെടുത്തു. സത്യത്തിൽ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിലേക്കായിരുന്നു ആ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉരുണ്ടിരുന്നത്. ആ ഒരു ദിവസം നേരത്തെ തന്നെ സ്വപ്നം കണ്ടും അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുമാണ് ഇത്രമാത്രം വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി ഗുജറാത്തിൽ നിന്നും രഥം ഉരുണ്ടു തുടങ്ങുന്നത്. അന്ന് ഗുജറാത്തിൽ വെച്ച് ഈ സംഘത്തെ സ്വീകരിക്കാനും അവർക്ക് ആവേശം പകരാനും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു. 1992 ഡിസംബർ 6 ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പച്ചയായ തകർച്ച ലോകം ഞെട്ടലോടെ കണ്ടു. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അഭിമാന സ്തംഭമായി അയോധ്യയിൽ തലയുയർത്തി നിന്നിരുന്ന ബാബരി മസ്ജിദ് ക്രൂരമായ ചിലരുടെ അജണ്ടകൾക്ക് പാത്രമായി അത് തകർന്നടിഞ്ഞു വീണു. BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും പ്രമുഖ നേതാക്കന്മാരുടെ പരിപൂർണമായ ഒത്താശയോടെയും അവരുടെ നിയന്ത്രണത്തോടെയുമാണ് ഈ സംഭവങ്ങൾ ഓരോന്നും അരങ്ങേറിയത് എന്നുള്ളതാണ് ഏറെ ഖേദകരം. ഈ സംഭവം ഇങ്ങനെയായിരുന്നു. 1992 ഡിസംബർ 6 ഞായറാഴ്ച രാവിലെ LK അദ്വാനിയും തൻ്റെ കൂടെയുള്ളവരും വിനയ് കത്യാരുടെ വീട്ടിൽ ഒത്തുകൂടുന്നു. പിന്നീട് അവിടെ നിന്നും തർക്കമന്ദിരത്തിനടുത്തേക്ക് പോകുന്നു. മുരളി മനോഹർ ജോഷിയും കത്യാരിയും പ്രതീകാത്മക പൂജയായ കർസേവ നടത്തി കടന്നു വരുന്നു. അദ്വാനിയും ജോഷിയും അടുത്ത 20 മിനിറ്റുകൾ കർസേവ സംവിധാനങ്ങൾ പരിശോധിക്കുന്നു. ഉച്ചയാകുന്നതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർസേവകർ പള്ളിയുടെ അടുത്തേക്ക് ഇരച്ചു കയറി ആരംഭിക്കുന്നു. അതിനു മുന്നോടിയായി ഒരു കൗമാരക്കാരനായ കർസേവകൻ പള്ളിയുടെ മുകളിൽ കയറുകയും അത് വേലി തകർക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് നടന്നത് ഇന്ത്യയിലെ ഓരോ മതേതര വിശ്വാസിക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ മുസ്ലിങ്ങൾ നമസ്കരിച്ചു വന്നിരുന്ന, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ വളരെ ആദരവോടെ കണ്ടിരുന്ന ബാബരി മസ്ജിദിനെ പച്ചയായി തകർത്ത് തരിപ്പണമാക്കുന്ന അതിക്രൂരമായ കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. അതേസമയം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും BJPയുടെയും ഉന്നത നേതാക്കൾ പുറത്തുനിന്ന് ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു. ഇന്ത്യയുടെ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിട്ട് അടുത്ത ദിവസം പത്രങ്ങൾ ഈ വാർത്തകൾ എഴുതിയെങ്കിലും അന്നു മുതൽ ചരിത്രം ഫാസിസ്റ്റ്വൽക്കരിക്കപ്പെടുന്ന ദുരന്ത കാഴ്ചയാണ് ഇന്ത്യ പിന്നീട് കണ്ടത്. ഇത് BJPയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ആസൂത്രിതമായ നീക്കമായിരുന്നുവെന്നും മുൻകൂട്ടിയുള്ള പദ്ധതിയായിരുന്നുവെന്നും തെളിയിക്കുന്ന അനവധി വെളിപ്പെടുത്തലുകൾ പിന്നീട് ഇന്ത്യയിൽ തന്നെ അരങ്ങേറുകയുണ്ടായി. ഈ പച്ചയായ നീതിനിഷേധം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായൊരു സംഭവമായിരുന്നു. കേവലം മുസ്ലിങ്ങളുടെ മാത്രമല്ല, ജാതി മതഭേദമന്യേ ദളിത് വിവിധ ജനവിഭാഗങ്ങൾ വളരെ സാഹോദര്യത്തോടെ സൗഹൃദത്തോടെ നൂറ്റാണ്ടുകളായി ജീവിച്ചു വന്നിരുന്ന ഇന്ത്യയുടെ മണ്ണിൽ ഒരു പള്ളി തകർക്കപ്പെടുക എന്നുള്ളത് അത് ഇന്ത്യയുടെ മതേതരത്വത്തിനെ തകർക്കുന്നതിന് സമാനമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി
ജുഡീഷ്യറിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് എല്ലാവരും വാദിച്ചു. അങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർച്ചയെ വളരെ കൃത്യമായി പഠിക്കുന്നതിനും റിപ്പോർട്ട് നൽകുന്നതിനും 1992 ഡിസംബർ 16 ലിബർഹാൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. വിഷയം സമഗ്രമായി പഠിച്ച് 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 40-ലേറെ തവണ അധിക സമയം ആവശ്യപ്പെട്ട് 17 വർഷങ്ങൾക്ക് ശേഷമാണ് 2009 ജൂൺ 30 ലിബർഹാൻ കമ്മീഷൻ തങ്ങളുടെ പഠന റിപ്പോർട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് സമർപ്പിക്കുന്നത്. 1000-ലേറെ പേജ് വരുന്ന ഈ റിപ്പോർട്ട് പലവിധത്തിലുള്ള ചർച്ചകൾക്കും ഒട്ടേറെ വിവാദങ്ങൾക്കും വഴിവെച്ചു. വിവിധ സഭകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനവധി ചർച്ചകൾ നടന്നു, വാഗ്വാദങ്ങളുണ്ടായി. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും BJPയുടെയും അതിൻ്റെ നേതാക്കളുടെയും കൃത്യമായ പങ്ക് ബാബരി ധ്വംസനത്തിന് പിന്നിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് പ്രഥമ ഉത്തരവാദികൾ സംഘപരിവാർ സംഘടനകളായ BJPയും RSSും VHPയും ശിവസേനയും ബജ്രംഗ് ദളുമാണ് എന്ന് ഈ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തി. LK അദ്വാനിയുടെ രഥയാത്രയും മുരളി മനോഹർ ജോഷിയുടെ പ്രവർത്തനങ്ങളും ജനങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിച്ചു എന്നും അത് ഈ പള്ളിയുടെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നും വളരെ കൃത്യമായി ഈ റിപ്പോർട്ട് തെളിവ് സഹിതം വ്യക്തമാക്കി. എല്ലാറ്റിനുമപ്പുറം കർസേവയുടെ ഭാഗമായി മസ്ജിദ് തകർത്തത് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തന്നെയായിരുന്നുവെന്നും അത് സ്വാഭാവികമായ ഒരു സംഭവമായിരുന്നില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. സംഭവങ്ങൾ ഇതെല്ലാമായിരുന്നുവെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതി ലഭ്യമാക്കുക എന്നുള്ളത് ഇവിടുത്തെ കോടതിയുടെയും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഓരോരുത്തരുടെയും പ്രതീക്ഷയും ആവശ്യകതയുമായിരുന്നു. പക്ഷേ പിന്നീട് കോടതിയിൽ നടന്ന ഓരോ തീരുമാനങ്ങളും നിലപാടുകളും തീർച്ചയായിട്ടും ഈ മതേതരത്തെ സംരക്ഷിക്കുന്നതിന് വിഘാതമാകുന്ന വിധത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരം. 2010 ജൂലൈ 26 ബാബറി മസ്ജിദ് നിലയുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കേസ് 60 കൊല്ലത്തിന് ശേഷം അലഹബാദ് കോടതിയുടെ ലക്നൗ ബെഞ്ച് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മുന്നോട്ട് വന്നു. എന്നാൽ ഏറെ ഖേദകരമായിരുന്നു അവരുടെ വിധി. 2010 സെപ്റ്റംബർ 30 ബാബറി മസ്ജിദ് നിർമ്മിച്ചത് രാമക്ഷേത്രം തകർത്തായതിനാൽ പള്ളിയുടെ ഭൂമി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും തർക്കഭൂമി 3 വിഭാഗങ്ങൾക്കും തുല്യമായി വീതിക്കണമെന്നും അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് വിധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ തയ്യാറാക്കിയ ആ ഒരു അജണ്ടകൾക്ക് അനുസരിച്ച് ഇവിടുത്തെ കോടതികളും വിധി നിർണ്ണയിക്കുന്ന ഒരു ദുരന്ത കാഴ്ചയായിരുന്നു പിന്നീട് ഓരോ ഘട്ടങ്ങളിലും. അതിനിടയിൽ 2016 ഫെബ്രുവരി 26 ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നുണ്ട്. വളരെ വിചിത്രമായൊരു സംഭവം 1998 ഇസ്ലാമിൽ ആരാധനക്ക് പള്ളി അവിഭാജ്യ ഘടകമല്ല എന്ന ഒരു വാദവുമായി സുപ്രീം കോടതി മുന്നോട്ട് വന്നിരുന്നു. 2018 ഒക്ടോബർ 30 ഈ വിവാദ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനമുണ്ടാകുന്നു. നരേന്ദ്രമോദിയും BJPയും തങ്ങളുടെ അജണ്ടകൾ ശക്തമായി നെയ്തു തുടങ്ങിയതോടെ കേസിൻ്റെ പോലും ചിത്രം മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇതിൽ ബാബരി പള്ളി നിൽക്കുന്ന സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ മറ്റൊരു സ്ഥലം അനുവദിക്കാമെന്നും മധ്യസ്ഥത്തിലൂടെ തീരുമാനത്തിലെത്തുന്നു. ഇതോടെ നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നമസ്കരിച്ചു വന്നിരുന്ന പള്ളി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദീർഘകാലത്തെ അജണ്ട നിർമ്മാണത്തിന് 100% പാത്രമായി മാറി എന്നു മാത്രമല്ല മതേതര ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ സങ്കല്പങ്ങൾ 100% തകർക്കപ്പെടുകയും ചെയ്തു. ബാബരി നിൽക്കുന്ന സ്ഥലം രാമക്ഷേത്രം പണിയാൻ അനുവദിക്കപ്പെടുന്നതോടെ പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള ചിന്തയുമായാണ് ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ത്യയുടെ BJP ഭരണകൂടം മോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. 2020 ഓഗസ്റ്റ് 5 രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുന്നതോടെ ശരിക്കും ഇന്ത്യയുടെ മതേതരത്വം
പൂർണാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ദുരന്ത കാഴ്ച ലോകം കണ്ടു. ഏറ്റവും ഒടുവിൽ തെളിവില്ലെന്ന് പറഞ്ഞു മുരളി മനോഹർ ജോഷിയുടെയും കെ അദ്വാനിയുടെയും ഉമാഭാരതിയുടെയും എതിരെയുണ്ടായിരുന്ന കേസും പിൻവലിക്കപ്പെട്ട് എല്ലാവരെയും സ്വതന്ത്രമായി വിട്ടതോടെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് നടന്നു വന്നിരുന്ന കേസ് മാമാങ്കം എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന അതിമനോഹരമായ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുമായ ഇന്ത്യ എന്ന ആ ഒരു പൂന്തോട്ടത്തിൻ്റെ ആ ഒരു സൗകുമാര്യത എല്ലാ അർത്ഥത്തിലും പിച്ചി ചീന്തുന്ന വിധത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായ ജുഡീഷ്യറിയെയും ഭരണഘടനയെയും സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി സംഘപരിവാർ ശക്തികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ദുരന്തമായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യക്ക് ഏറ്റവും നിന്ദ്യകരമായ ഒരു അവസ്ഥാവിശേഷം വന്നുവിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരം ധിക്കാരങ്ങളിലൂടെ നിലപാടുകളിലൂടെ അയോധ്യയിൽ ക്ഷേത്രമുയർന്നു വന്നേക്കാം. പക്ഷേ ഇന്ത്യയിലെ കോടിക്കണക്കിന് മതേതര വിശ്വാസികളുടെ ഇന്ത്യയോടുള്ള ഭരണഘടനയോടുള്ള ഇവിടുത്തെ ജുഡീഷ്യറിയോടുള്ള സർവ്വവിധ മതിപ്പിനെയും കാറ്റിൽ പറത്തും വിധം ഇന്ത്യക്ക് നേരെയുള്ള ഇന്ത്യ എന്ന മഹത്തരമായ സങ്കല്പത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ധിക്കാരമായിട്ട് മാത്രമേ അത് വരും കാലം എന്നും നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. ഇനി വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും നൂറ്റാണ്ടുകൾ തന്നെ കടന്നുപോയാലും രാമക്ഷേത്രം ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് തൽസ്ഥാനത്ത് നിർമ്മിച്ചതാണ് എന്ന് ലോകം ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ഇന്ത്യയിൽ എന്തും തന്നെ നടത്താം എന്നുള്ള ഒരു തലത്തിലേക്ക് സംഭവങ്ങൾ കടന്നു പോകുമ്പോഴും അതിമനോഹരമായൊരു ഭരണഘടനയും രാജ്യത്തിൻ്റെ മതേതൃത്വത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും ഇവിടെ ജീവിക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യ നമുക്ക് നഷ്ടമായിട്ടില്ല. അത് തിരിച്ചു പിടിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും സാഹോദര്യത്തോടെ സൗഹൃദത്തോടെ ജാതി മതഭേദമന്യേ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പഴശ്ശിയും സിഖുകാരനും വളരെ മനോഹരമായി ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹ്. ആദരണീയരായ സഹോദരങ്ങളെ, SKSF തിരങ്ങാടി മേഖല തൊലബ വിങ് സംഘടിപ്പിക്കുന്ന ബാബരി നീതി നിസ്സംഗത നിലനിൽപ്പ് ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ബാബരി മസ്ജിദിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി ചരിത്രം രേഖപ്പെടുത്തിയതാണ് 1528 മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറുടെ അവധ് ഗവർണറായിരുന്ന മീർബക്കിയാണ് പള്ളി പണിതത്. ബാബരി മസ്ജിദ് എന്ന പേരിൽ അത് അറിയപ്പെട്ടു. അതിനുശേഷം 1853 രാമക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്നാരോപിച്ച് നിർമോഹി അഖണ്ഡ എന്ന ഹൈന്ദവ വിഭാഗം കോടതിയെ സമീപിക്കുകയാണുണ്ടായത്. യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് പണിയുന്ന സമയത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാമഭക്തനായ ഗോസ്വാമി തുളസിദാസ് ജീവിച്ചിരിപ്പുണ്ട്. ഗോസ്വാമി തുളസിദാസ് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ബാബരി പള്ളി പണിതിട്ടുള്ളത് എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. തുളസിദാസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം വലിയ രാമഭക്തനായിരുന്നു. അങ്ങനെയുള്ള തുളസിദാസ് തൻ്റെ പുസ്തകത്തിൽ ഒരിടത്തും ഇത്തരമൊരു സംഭവം പരാമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാമചരിത മാനസം എന്ന ഗ്രന്ഥം ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥമായിട്ടാണ് ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ആരാധ്യ ദേവനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥം രചിക്കുന്ന സമയത്ത് സ്വാഭാവികമായും രാമൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് അദ്ദേഹം എടുത്തു പറയുമായിരുന്നു. 1905 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ HR നെവിലാണ് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്ന് റിപ്പോർട്ട് ചെയ്തത്.
അതിനുശേഷം സംഘർഷങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടന്ന് 1949 പള്ളിക്കുള്ളിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതിനുശേഷം 1990 രാമക്ഷേത്ര നിർമ്മാണം ലക്ഷ്യം വെച്ച് BJP അധ്യക്ഷൻ LK അഡ്വാനി രഥയാത്ര നടത്തി. അതിൻ്റെ പരിണിത ഫലമായി നമ്മുടെ രാജ്യത്ത് 1992 ഡിസംബർ 6 ധാരാളം കർസേവകർ ഒന്നിച്ചുകൂടി അവരെ വികാരം ഇളക്കി വിട്ട് ആ സംഘർഷത്തിനിടയിൽ നമ്മുടെ ഏറ്റവും വലിയ ചരിത്ര പൈതൃകമായിരുന്ന പള്ളി തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് അത് തകർക്കപ്പെട്ടതല്ല, അത് പ്രത്യേക സാഹചര്യത്തിൽ തകർന്നതാണ് എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ കോടതി നിസ്സംഗത പുലർത്തിയിട്ടുണ്ട് എന്നതും അതുപോലെ തന്നെ വസ്തുതകളെ നോക്കിക്കാണുന്നതിൽ പലപ്പോഴും നീതിക്കൊപ്പം നിൽക്കാൻ സാധ്യമായിട്ടില്ല എന്നതും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കോടതി വിധിയായതുകൊണ്ട് നാം അതിനെ വിമർശിക്കാൻ ഇന്ത്യൻ സാഹചര്യത്തിൽ പാടില്ല എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ രാജ്യത്തെ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് BJP ടിക്കറ്റിൽ കൊണ്ടുവരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുകയാണ്. ആ ഒരു രീതിയിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ നോക്കുകുത്തിയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. വിരമിച്ച ശേഷം പദവി ഏറ്റെടുക്കുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കളങ്കമാണ് എന്ന് ഇദ്ദേഹം ഒരു വീഡിയോയിൽ നേരത്തെ ഈ സമൂഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ പ്രസ്താവന വന്നിരുന്നു, പലരും അത് കണ്ടിട്ടുണ്ടാകും. അതേ വ്യക്തിയാണ് വിരമിച്ച് 4 മാസം കഴിഞ്ഞപ്പോഴേക്കും സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വളരെ വ്യക്തമായി മദൻ ബിലോക്കർ ശക്തമായി വിമർശിച്ചത് നമ്മളന്ന് പത്രത്തിൽ വായിച്ചു. ബാബരി മസ്ജിദിൻ്റെ 1ാമത്തെ വിധിയിൽ, അഥവാ ബാബരി മസ്ജിദ് സ്വാഭാവികമായും ആ പ്രദേശം മുഴുവൻ ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കുന്ന ആ വിധിയിൽ തന്നെ വ്യക്തമായി അന്നത്തെ ജഡ്ജി രേഖപ്പെടുത്തിയതാണ്, ദ മുസ്ലിംസ് ഹാവ് ബീൻ wrongly deprived of a mosque which had been constructed well over 450 years ago എന്ന്. 450 കൊല്ലം മുമ്പുള്ള പള്ളി, ആ പള്ളി മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും അന്യായമായി തട്ടിയെടുത്തതാണ്, അവർക്ക് അന്യായമായി നഷ്ടപ്പെട്ടതാണ് എന്ന് കോടതി വ്യക്തമായി സൂചിപ്പിക്കുകയും അതേ വിധിന്യായത്തിൽ തന്നെ കോടതി പറഞ്ഞൊരു വാചകമുണ്ട്, ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് റെസ്റ്റിറ്റ്യൂഷൻ ടു ദ മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് റെസ്റ്റിറ്റ്യൂഷൻ നൽകണം. റെസ്റ്റിറ്റ്യൂഷൻ എന്ന പദത്തിൻ്റെ നേരെ അർത്ഥം മടക്കി കൊടുക്കുക, പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നൊക്കെയാണ്. നഷ്ടപരിഹാരം എന്നതും ഒരർത്ഥമാണ്. ഈ ബഹുമുഖ അർത്ഥമുള്ളൊരു പദം തന്നെ പ്രയോഗിക്കുമ്പോൾ, നഷ്ടപരിഹാരം എന്നതിന് തന്നെ വാക്കുണ്ടാകുമ്പോൾ ഇത് തന്നെ പ്രയോഗിച്ചത് എന്തിനാണ്? അത് മടക്കി കൊടുക്കലാണ് ആവശ്യം എന്ന് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം എന്താണ്? അവിടെ തന്നെ പറയുന്നു, ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് റെസ്റ്റിറ്റ്യൂഷൻ ടു ദ മുസ്ലിം കമ്മ്യൂണിറ്റി. എന്തിന്? ഫോർ ദ അൺലോഫുൾ ഡിസ്ട്രക്ഷൻ ഓഫ് ദെയർ പ്ലേസ് ഓഫ് വർഷിപ്പ്. അവരുടെ ആരാധനാലയം അല്ലെങ്കിൽ അവരുടെ ആരാധനാ സ്ഥലം അനധികൃതമായി നശിപ്പിച്ചതിന് പകരമായിട്ട് എന്ന്. അനധികൃതമായി നശിപ്പിച്ചു എന്ന് തന്നെ പറയുന്നു. 923 പേജിൽ ആ വിധിന്യായത്തിൽ ഇത് കാണാവുന്നതാണ്. മാത്രമല്ല അവിടെ തന്നെ വ്യക്തമായി പറഞ്ഞല്ലോ, 597 പേജിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്നിട്ടില്ല എന്ന്. തെളിവുകളുടെ പിൻബലമില്ലാതെ ഈ സമൂഹത്തിൻ്റെ പള്ളി നിന്നിരുന്ന സ്ഥലം പൂർണ്ണമായി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നൽകിയപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ, സമാധാനകാംക്ഷികളായ ആളുകൾ വിധിന്യായത്തിൽ ഖേദവും അതുപോലെ അമർഷവും ഒക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധി എന്ന രീതിയിൽ അത് അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് ആ വിധി അംഗീകരിക്കാൻ ഒരു തരത്തിലും നിർവാഹമില്ലെങ്കിലും പ്രതിഷേധത്തോടു കൂടി നിയമത്തെയാണ് അനുസരിച്ചത്, രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയാണ് അനുസരിച്ചത്. മറിച്ച് ആ വിധിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയല്ല ചെയ്തത്. ഈ തരത്തിൽ കോടതി നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, നമ്മുടെ രാജ്യം നിലനിൽക്കണം, രാജ്യത്ത് പൊതുസമാധാനം നിലനിൽക്കണം. ഹൈന്ദവർക്ക് അവരുടെ അവകാശം വേണം, അതുപോലെ മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശവും എല്ലാ മതക്കാർക്കും അവരുടെ അവകാശവും വേണം. ആരാധനാലയങ്ങളുടെ പേരിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ പക്ഷപാതപരമായ പ്രവർത്തനങ്ങൾ ഏതു ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ശരി, അത് രാജ്യത്തിൻ്റെ നല്ല നിലനിൽപ്പിനും പുരോഗതിക്കും ഗുണകരമാകില്ല എന്ന് എല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അത്തരമൊരു ബോധവൽക്കരണം നടത്താൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധമായി സൂചിപ്പിക്കുവാനുണ്ട്. ഒട്ടേറെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഇത്രയെങ്കിലും സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സാം വലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. SKSFൻ്റെ തിരുവങ്ങാടി മേഖലാ തൊലബ വിങ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വളരെ ശ്രദ്ധേയമായ ഒരു വെബിനാർ നമ്മുടെ രാജ്യത്തെ സവിശേഷമായ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നടത്താൻ മുന്നോട്ട് വന്ന നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വളരെ പ്രഗത്ഭരായ മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ ആധികാരികമായി വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള പ്രഗത്ഭരെ അണിനിരത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി ഇവിടെ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുത്വ അജണ്ടകൾ ഒന്നിനു പിറകെ ഒന്നായി വളരെ സമർത്ഥമായി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനനുകൂലമായി, അതിനെ ശരിവെക്കുന്ന വിധം, അതിന് കയ്യൊപ്പ് ചാർത്തുന്നതിന് രീതിയിൽ ഇവിടുത്തെ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഭാവി മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ പൂർണ്ണമായി ഇത്തരക്കാരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്ന ഏറ്റവും വലിയ ഭീതിതമായിട്ടുള്ള സാഹചര്യം. പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ടതില്ല. ദൈനംദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അടിസ്ഥാനപരമായി ലോകത്തുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ, അത് ഇന്ത്യയിലും വ്യാപകമായ അളവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഇവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള, ദലിത് വിഭാഗം ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ള അവരുടെ നയപരിപാടികൾ ഇതിനെ കൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UP-യിലുണ്ടായിട്ടുള്ള ബലാത്സംഗവും കൊലപാതകവുമൊക്കെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അവ ശക്തമായ വിദ്വേഷം പ്രചരിപ്പിക്കുകയും അതിലൂടെ വർഗീയമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും മതപരമായ ധ്രുവീകരണമുണ്ടാക്കി മതപരമായി രാജ്യത്ത് ജനങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തൊരു മതപരമായ ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. ഈ മതന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെടുന്നതോടുകൂടി വലിയ അരക്ഷിതാവസ്ഥയും അരാജകത്വവുമാണ് രാജ്യത്ത് സംഭവിക്കാനിരിക്കുന്നത്. ഇതിലൂടെ മതന്യൂനപക്ഷങ്ങളോ മുസ്ലിങ്ങളോ ദലിതുകളോ മാത്രമല്ല, അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് രാജ്യമൊട്ടാകെ അതിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ്. കാരണം ഒരു രാജ്യം അതിൻ്റെ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വിഭാഗം എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നവരും മറ്റൊരു വിഭാഗം എല്ലാ അവകാശാധികാരങ്ങൾ നിർബാധം കൈകാര്യം ചെയ്യപ്പെടുന്നവരുമായാൽ ഈ രാജ്യത്ത് ഇരട്ട നീതിയാണ് ഉണ്ടാകുന്നത്.
അസമത്വമാണ് രാജ്യത്തുണ്ടാകുന്നത്. രണ്ട് വിഭാഗം ജനങ്ങൾ, അവകാശങ്ങളുള്ളവരും ഇല്ലാത്തവരുമായ രണ്ട് വിഭാഗം ജനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് ഒരിക്കലും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കേവല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ആത്യന്തികമായി രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കാണ്, ഇവിടുത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ നാശത്തിലേക്കാണ്, എന്തിനധികം നമ്മുടെ ഭരണഘടന പോലും തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇത്തരം സാഹചര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭീഷണി അതിവിടുത്തെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്ക് മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല, രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഈ ഭീഷണിയെ ചെറുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സാധിക്കണം. ഇത് ഏതെങ്കിലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ മാത്രം ബാധ്യതയല്ല. ഇന്ത്യ അതിൻ്റെ പാരമ്പര്യത്തിലും തനിമയിലും നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും അതെല്ലാം സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അതാണ് ഇവിടെ അവലംബിക്കേണ്ടത്, നിലനിർത്തേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്, അതിന് കൂടുതൽ കാര്യഗൗരവത്തോടുകൂടി ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ കേവല രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി നമ്മുടെ മതേതര കക്ഷികൾ പോലും ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടി പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല. അടുത്തു വരാനിരിക്കുന്ന ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിടുന്നതിന് വേണ്ടി അവിടെ 3 വിഭാഗമായിട്ട് ന്യൂനപക്ഷങ്ങൾ, മതേതര ശക്തികൾ വേറിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് BJP, ആ BJP നേരിടാനുള്ള മതേതര കക്ഷികൾ 3 ചേരികളാകുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അവിടെ BJPക്ക് മുൻതൂക്കം ലഭിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ രാജ്യം നരേന്ദ്രമോദി ഭരിക്കാൻ ആവശ്യമായ സാഹചര്യമുണ്ടായത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ നരേന്ദ്രമോദിക്ക് അധികാരത്തിലേറാൻ ആവശ്യമായ വോട്ട് രേഖപ്പെടുത്തിയത് കൊണ്ടല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വരരുത് എന്ന് താല്പര്യപ്പെടുന്നവരുടെ വോട്ട് ഭിന്നിച്ചതുകൊണ്ടാണ്. 37% ജനങ്ങളുടെ വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് എത്തിച്ചതെങ്കിൽ 63% വോട്ടുകൾ ഒരുമിപ്പിക്കാൻ സാധിച്ചില്ല എന്നതുകൂടി അതിൻ്റെ കാരണമായിട്ട് കാണണം. അതുകൊണ്ട് മതേതര കക്ഷികൾ എന്നവകാശപ്പെടുന്നവർ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭവിഷ്യത്തിനെ വളരെ സമർത്ഥമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഫാഷിസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാ ഫാഷിസ്റ്റ് വിരുദ്ധരും ഒന്നിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചില കാര്യം ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ടതാണ്. ഫാഷിസത്തിനെതിരായിട്ടുള്ള ശക്തമായ കൂട്ടായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഫാഷിസത്തിൻ്റെ തകർച്ചയും പരാജയവുമായിരിക്കണം. എന്നാൽ ഫാഷിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയിലൂടെ ഫാഷിസ്റ്റുകൾക്ക് പുതിയ സാധ്യതകളും അവസരങ്ങളും മതപരമായ ധ്രുവീകരണത്തിനുള്ള സാഹചര്യങ്ങളും പശ്ചാത്തലവും സൃഷ്ടിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഫാഷിസ്റ്റ് വിരുദ്ധയുടെ മേലങ്കി അണിഞ്ഞവരുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനകത്തും പുറത്തുമൊക്കെ അത്തരം നിലപാട് സ്വീകരിക്കുന്ന പലരും വളരെ വൈകാരികമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഫാഷിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് പുതിയ സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് മതപരമായ ധ്രുവീകരണത്തിന് അവർക്ക് വലിയ ചൂണ്ടുപലകയായി മാറുന്നു എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫാഷിസ്റ്റ് വിരുദ്ധയുടെ പോയിന്റിൽ ഒരുമിക്കുന്നവരെല്ലാവരെയും
ഒരുപക്ഷെ ഒരുമിച്ച് കൂട്ടിയാൽ അതിൻ്റെ ഫലം ഫാഷിസ്റ്റുകളുടെ തകർച്ചയായിരിക്കില്ല, അവർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കലായിരിക്കും. അതുകൊണ്ട് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും നന്നായിരിക്കണം, അതിന് സ്വീകരിക്കുന്ന മാർഗവും നന്നായിരിക്കണം. ഫാഷിസ്റ്റ് വിരുദ്ധരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ. ആ ഹൈന്ദവ സഹോദരന്മാരെ ഫാഷിസ്റ്റ് വിരുദ്ധ ചേരിയിൽ അടിയുറപ്പിച്ച് നിർത്തണമെങ്കിൽ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ സഹോദര സമുദായങ്ങളുടെ അതൃപ്തി ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു സമീപനം ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടത്തിലേക്കും അപകടത്തിലേക്കുമാണ് നമ്മെ കൊണ്ടെത്തിക്കുക എന്നത് വളരെ ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ടതാണ്. രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതിലുപരി ഭരണഘടനയുടെ കൂടി ഭാവി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവർ ഇന്ന് രാജ്യത്ത് വരുത്തിവെക്കുന്ന ഈ അപകടകരമായ അന്തരീക്ഷം അതിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കണം. യു പിയിലെ കഴിഞ്ഞ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രമുഖ ദലിത് നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത്, ഞങ്ങൾക്ക് ലൈസൻസുള്ള തോക്ക് അനുവദിച്ചു തന്നാൽ ഞങ്ങളുടെ പ്രതിരോധം ഞങ്ങൾ തന്നെ നിർവഹിച്ചു കൊള്ളാം എന്ന് പറയുന്നു. ഫൂലൻ ദേവിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പല ആളുകളും ഈ സാഹചര്യത്തിൽ പ്രചാരണം നടത്തുന്നു. അതൊക്കെ ഒരു പ്രതിരോധമായിരിക്കാം, പക്ഷെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക് പുതിയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് പുതിയ തലമുറയെ തള്ളിവിടാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. ഒരു നിലയിലും അത്തരം കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫൂലൻ ദേവിയെ മഹത്വവൽക്കരിക്കുന്നവരും ഞങ്ങൾക്ക് ലൈസൻസ് ഉള്ള തോക്ക് നൽകിയാൽ ഞങ്ങൾ പ്രതിരോധിച്ചു കൊള്ളാം എന്ന് ആഹ്വാനം ചെയ്യുന്നവരുമൊക്കെ ആത്യന്തികമായി ഫാഷിസ്റ്റ് വിരുദ്ധരായിരിക്കാം. പക്ഷേ അവർ സ്വീകരിക്കുന്ന ഇത്തരം മാർഗങ്ങൾ അത് ആലങ്കാരിക പ്രയോഗമാണെങ്കിൽ പോലും അത് ഫാഷിസ്റ്റുകൾക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ വാർ ആണ് രാജ്യത്ത് ഫാഷിസ്റ്റുകളെ മറികടക്കാനും അതിജീവിക്കാനുള്ള വഴിയെന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത്തരം വഴികൾ സ്വീകരിച്ചുകൊണ്ട് അത്തരവും ലക്ഷ്യവും മാർഗവും സത്യസന്ധമായി നിലനിർത്തിക്കൊണ്ട് മതേതര ശക്തികളുടെ ഏകീകരണം നിലനിർത്തുമ്പോഴാണ് ഈ ലക്ഷ്യത്തെ സഫലമാക്കാൻ നമുക്ക് സാധിക്കുക. അതിനേക്ക് ഗുണകരമായി ഭവിക്കുന്ന ചർച്ചകളായി ഇത്തരം വെബിനാറുകൾ പര്യവസാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. സമാദരണീയരായ SKSF തിരുവങ്ങാടി മേഖല ത്വലബ വിങ് സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്ത ജനാബ് ET മുഹമ്മദ് ബഷീർ സാഹിബ് MP അവർകളെ, ബാബരി നീതി നിസ്സംഗത നിലനിൽപ്പ് എന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ്, SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ സാഹിബ്, പ്രമുഖ ഗവേഷകനും ചരിത്രകാരനുമായ ഡോക്ടർ മൊയിൻ ഹുദവി മലയമ്മ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, തിരുവങ്ങാടി മേഖല ത്വലബ വിങ് സംഘടിപ്പിച്ച ബാബരി നീതി നിസ്സംഗത നിലനിൽപ്പ് എന്ന ശീർഷകത്തിലുള്ള വെബിനാറിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചക്ക് ഒരു ക്രോഡീകരണം അല്ലെങ്കിൽ ഒരു മോഡറേഷനാണ് എന്നിൽ അർപ്പിതമായ
കർത്തവ്യം. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന SKSF തിരുവങ്ങാടി മേഖല തൊലബ വിംഗ സമിതിയെ അഭിനന്ദിക്കുകയാണ്. വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ചക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിൻ്റെ തകർച്ച ഇന്ത്യയുടെ അധികാര രാഷ്ട്രീയത്തിൽ വലിയ രാസമാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ച് കാണണമെന്ന ജനാധിപത്യ സ്വപ്നങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് നാം ഒക്കെ ഇതിനെ കാണുന്നത്. കുറ്റം നടന്നു, പക്ഷേ കുറ്റക്കാരില്ല എന്ന പ്രതീതിയാണ് അവസാനത്തെ വിധിയിലൂടെ അല്ലെങ്കിൽ അവസാനത്തെ വിധി നമുക്ക് മുമ്പാകെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ബാബരി മസ്ജിദ് തകർത്ത കേസിൽ പൊളിച്ചവർക്കും പൊളിപ്പിച്ചവർക്കും യാതൊരുവിധ തെളിവുമില്ലാത്ത രൂപത്തിൽ ലക്നൗ CBI കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വളരെ കൂടുതൽ ചർച്ചകളിലേക്കും അതേപോലെ തന്നെ ചിന്തകളിലേക്കും നാം പോവേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ചർച്ചയിൽ നമ്മോട് സംവദിച്ചത് സത്താർ സാഹിബ്, അതേപോലെ തന്നെ സമദ് പൂക്കോട്ടൂർ സാഹിബ്, മൊയ്ൻ ഹുദവി മലയമ്മ വളരെ പ്രഗത്ഭരായ ആളുകളാണ്. ഡോക്ടർ മൊയ്ൻ ഹുദവി മലയമ്മ ബാബരി നാൾവഴികളിലൂടെ ബാബരിയുടെ ഗതകാല ചരിത്രങ്ങളും 1992 ശേഷമുള്ള കോടതി വിധികളൊക്കെ വളരെ കൃത്യമായി തന്നെ മൊയ്ൻ ഹുദവി തൻ്റെ പ്രഭാഷണത്തിൽ വിശദീകരിക്കുകയുണ്ടായി. 2020 ഓഗസ്റ്റ് 5 രാമക്ഷേത്രത്തിന് ശരിയിട്ടതോടുകൂടി അതോടൊപ്പം തന്നെ കഴിഞ്ഞ 30-ാം തീയതി ഈ ബാബരി പതനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളായ പ്രതിപട്ടികയിലെ 32 പ്രതികളെയും ബാബരി മസ്ജിദ് പൊളിച്ച കേസിലെ എല്ലാവരെയും വെറുതെ വിട്ടു. യാതൊരുവിധ തെളിവിൻ്റെയും പിൻബലമില്ലാത്തതാണ്, അല്ലെങ്കിൽ യാതൊരുവിധ തെളിവുമില്ല എന്ന രൂപത്തിലാണ് അവസാനമായിട്ട് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പള്ളി തകർക്കുന്നത് പെട്ടെന്നുണ്ടായ വികാരം അവ തടഞ്ഞു നിർത്താനാണ് അവർ ശ്രമിച്ചത് എന്ന് കോടതി പറയുകയുണ്ടായി. ചുരുക്കത്തിൽ ഒരു മിത്തിനെ ചരിത്രമായും ആ ചരിത്രത്തെ ഇന്ത്യൻ ചരിത്രമായും സംഘകാരികളുടെ അല്ലെങ്കിൽ അതിഹീനമായ ശ്രമങ്ങളുടെ പ്രകടനാവിഷ്കാരമായി ഇവകളെ വായിച്ചെടുക്കുകയാണ്. മൊയ്ൻ ഹുദവി തൻ്റെ പ്രഭാഷണത്തിൽ കൃത്യമായിട്ട് ബാബരിയുടെ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, UP അയോധ്യയിൽ 400 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1528 ആദ്യ മുഗൾ ചക്രവർത്തിയായ സഹീറുദ്ദീൻ ബാബറിൻ്റെ അവധ് ഗവർണർ മിർബാക്കിയാണ് പള്ളി പണി തീർത്തത്. നമുക്കറിയാം, 3 പതിറ്റാണ്ടുകൾ വളരെ കൃത്യമായിട്ട് മുസ്ലിമീങ്ങൾ ആരാധന നിർവഹിച്ചു. 3.5 നൂറ്റാണ്ടിന് ശേഷമാണ്, ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് 1853 പുരാതനമായ രാമക്ഷേത്രം പൊളിച്ചാണ് മുഗൾ ചക്രവർത്തി ബാബരി പള്ളി പണിതതെന്ന് ഹിന്ദു വിഭാഗമായ നിർമോഹി എന്ന ഹിന്ദു വിഭാഗം ബാബരിയുടെ അവകാശവാദവുമായി മുന്നോട്ട് വന്ന് 1853
ഈ ഒരു അവകാശവാദത്തിന് ചരിത്രപരമായി യാതൊരുവിധ പിൻബലമോ അല്ലെങ്കിൽ തെളിവുകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു തെളിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 1575-76 ഗോസ്വാമി തുളസീദാസ് രാമചരിതം എഴുതുന്നത്. അയോധ്യയിൽ രാമജന്മഭൂമിയെക്കുറിച്ചോ പള്ളി തകർത്തിട്ടാണ് അല്ലെങ്കിൽ പള്ളി തകർച്ചയെക്കുറിച്ചോ അതിൽ യാതൊരുവിധ പരാമർശവുമില്ല. അവിടെ രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ പരാമർശവുമില്ല. ഇങ്ങനെ അതിൻ്റെ നാൾവഴികൾ പല ഘട്ടങ്ങളിലായിട്ട് 1853-55 കാലങ്ങളിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി. പ്രധാനമായും ഈ സംഘർഷങ്ങളൊക്കെ അന്ന് ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാർ നന്നായി മുതലെടുക്കുകയുണ്ടായി. അത് കൃത്യമായി 134 വർഷത്തെ നിയമയുദ്ധം. ആദ്യമായിട്ട് കേസ് വരുന്നത് 1885-ലാണ്. 1855-ലാണ് ബാബരിയുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ഇങ്ങനെ ഇതിൽ ഏറ്റവും പല കേസുകളുണ്ടെങ്കിലും ഒരു കേസ് മാത്രമാണ് കോടതി തള്ളിയത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 1870-ലാണ് HR നവീൽ ഫൈസാബാദ് കസറ്റിയറിൽ ബാബരി മസ്ജിദിന് പകരം ജന്മസ്ഥാൻ മസ്ജിദ് ഈ പ്രദേശം, ബാബരി മസ്ജിദ് എന്ന ആ ഒരു പ്രദേശം ജന്മസ്ഥാൻ മസ്ജിദ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്ന ഒരു മസ്ജിദ് തർക്ക മന്ദിരവുമായി മാറുന്നത് 1870-ൽ HR നവീൽ ഫൈസാബാദ് കസറ്റിയറിൽ പരാമർശത്തോട് കൂടിയിട്ടാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പല രൂപത്തിലും അക്രമി സംഘം പള്ളിക്ക് നേരെ ആക്രമണം ഉന്നയിച്ചു. 1949-ൽ വേദനാജനകമായ ശ്രീരാമ വിഗ്രഹം പള്ളിക്കകത്ത് പ്രതിഷ്ഠിക്കുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ നമുക്ക് വായിക്കാനും നമുക്കറിയാനും സാധിച്ചത്. ഇപ്പോൾ ചുരുക്കത്തിൽ അന്നു മുതൽ ഏകദേശം 1992 വരെ, ഈവൻ 1984-ൽ പള്ളി ആരാധനയ്ക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് ദീർഘകാലം പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ യാതൊരുവിധ ബോധവുമില്ലാതെ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ഇതുമൂലം ലക്ഷ്യമായി കണ്ടിരുന്നത്. 1984-ൽ VHP നേതൃത്വത്തിൽ അയോധ്യയിൽ നിന്ന് ലക്നൌവിലേക്ക് 130 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോങ് മാർച്ച്. പ്രധാനമായും ഈ ലോങ് മാർച്ചിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലാകമാനം ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത് എന്നുള്ള ആ ഒരു പ്രചാരണം ശക്തമാക്കുക, ഹിന്ദുക്കൾക്കിടയിൽ വർഗീയ വികാരം ശക്തമാക്കുന്നതിന് ഫലമായിട്ട് ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. പിന്നെയോ 1990-കളിൽ രാമക്ഷേത്ര നിർമ്മാണം ലക്ഷ്യം വെച്ച് BJP അധ്യക്ഷൻ ലാൽകൃഷ്ണ അദ്വാനി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി. ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഹിന്ദു വികാരം, രാമക്ഷേത്ര വികാരവുമൊക്കെ ആളിക്കത്തുന്ന വിധം രഥമൊഴുകുന്ന ഓരോ അടികളും അത്തരത്തിൽ 1992 ഡിസംബറിലെ ബാബരി തകർച്ചയിലേക്കുള്ള ഓരോ അടികളുമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ 92 ശേഷവും നടമാടിയിട്ടുള്ള ഓരോ സംഭവങ്ങൾ, 92 ശേഷം 92 ഡിസംബർ 16 അന്നത്തെ പ്രധാനമന്ത്രി ലിബർഹാൻ കമ്മീഷൻ രൂപീകരിക്കുകയും അതിനുവേണ്ടി ജസ്റ്റിസ് ലിബർഹാന് ഈ ബാബരി പതനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും വേണ്ടി ഏൽപ്പിക്കുകയും 2010 അല്ലെങ്കിൽ 2009 ആ ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇങ്ങനെ പല രൂപത്തിൽ അതിൻ്റെ നാളുവഴികളിലൂടെ അവസാനം 2020 ഓഗസ്റ്റിലെ രാമക്ഷേത്ര ശിലയിടയിലേക്കും അവസാനമായിട്ട് ഈ സെപ്റ്റംബറിൽ നടന്ന
ഈ കോടതി വിധിയിലേക്കും ബാബരിയുടെ ചരിത്രം എത്തി നിൽക്കുകയാണ്. ഈ ബാബരിയുടെ നാളുവഴികളെക്കുറിച്ചാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത മൊയിൻ ഉദവി വളരെ കൃത്യമായി തെളിവുകൾക്ക് പിൻബലത്തോട് കൂടിയിട്ട് അവതരിപ്പിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് കോടതികളും നീതിന്യായവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ഹ്രസ്വമാണെങ്കിലും ബാബരി 1853 ആരംഭിച്ച കേസിനെ കുറിച്ചും ആ കേസിൻ്റെ കോടതി വിധികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. കേസിൽ വസ്തുതകൾ കണ്ടെത്തി വിധി പുറപ്പെടുവിക്കുന്നതിൽ കോടതിയുടെ ഭാഗത്തുള്ള നിസ്സംഗതയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പ്രതിപാദിക്കുകയും എന്നാൽ കോടതി വിധിയെ മാനിക്കാനുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്കുള്ള അവകാശം നമ്മിലുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും കോടതി ഓരോ വിധികളും ഇന്ത്യൻ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ ധ്വംസിക്കുന്ന രൂപത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇവിടെ സംസാരിച്ചത് മതേതര ഇന്ത്യയും നാളുകളും എന്ന വിഷയത്തിൽ SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ സാഹിബ് അവർകളാണ്. സത്താർ സാഹിബ് വളരെ കൃത്യമായി തന്നെ മതേതര ഇന്ത്യയുടെ നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് വർത്തമാനം സൂചിപ്പിക്കുന്നതോട് കൂടെ തന്നെ ഇന്ത്യയുടെ വർത്തമാന സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുക വഴി ഭാവി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ തൻ്റെ സംഭാഷണത്തിൽ ഇടുകയുണ്ടായി. പ്രധാനമായും 2ാം മോഡി സർക്കാരിൻ്റെ വരവിൻ്റെ ശേഷം ജുഡീഷ്യറിയെ നോക്കുകുത്തിയാക്കി മതേതരത്വവും ജനാധിപത്യവും മാത്രമല്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം, ലോകത്ത് വ്യാപകമായി ഇസ്ലാമോഫോബിയ നമ്മുടെ ഭാരതത്തിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ അടുത്ത കാലത്തായി UP ഹത്രാസിൽ നടന്ന പെൺകുട്ടിയുടെ കൊലപാതകം പിന്നോക്ക വിഭാഗമായ ദളിത് സമൂഹത്തെ അടിച്ചമർത്താനുള്ള ഹീനമായ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾ, ശക്തമായ വിദ്വേഷം പകർത്തി വർഗീയ സംഘർഷം ഉണ്ടാക്കി മതപരമായ ധ്രുവീകരണമുണ്ടാക്കാനുള്ള ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുക വഴി രാജ്യത്ത് അരക്ഷിതാവസ്ഥയും അരാജകത്വവും സൃഷ്ടിക്കുന്ന, എന്നാൽ രാജ്യമൊട്ടാകെ അതിൻ്റെ പ്രയാസങ്ങളും കെടുതികളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീഷണി കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല. ഇതിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി നേരിടേണ്ട ആവശ്യകത ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് തൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഫാഷിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായ ശക്തമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതേതര കക്ഷികൾ പോലും അയഞ്ഞ സമീപനമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരാനിരിക്കുന്ന ബീഹാർ ഇലക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം. BJPയെ നേരിടാൻ മതേതര കക്ഷികൾ 3 വിഭാഗമായി മാറി നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ പരിണസ്ഥിതി? BJPക്ക് മുൻതൂക്കം ലഭിക്കുകയല്ലാതെ മറ്റെന്താണ് ഇതിൽ ലഭിക്കുന്നത്? ഇപ്പോൾ മോഡി അധികാരത്തിലേറാൻ കേവലം 37% വോട്ടുകളാണ് ലഭിച്ചത്. ഇന്ത്യയിലെ മതേതര കക്ഷികൾ മോഡി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പ്രയത്നം നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ മോദി അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചവരുടെ വോട്ട് ഭിന്നിച്ചതുകൊണ്ട് 37% വോട്ട് ഏകീകരിച്ചതിനാൽ മോഡി അധികാരത്തിൽ വരാൻ സാധിച്ചു. അപ്പം ഇവിടെ സത്താർ സാഹിബ് വളരെ കൃത്യമായി തന്നെ മതേതര ഇന്ത്യയുടെ നാളുകളെക്കുറിച്ച് പറയുകയുണ്ടായി. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുന്നതിന് മതേതര കക്ഷികളിൽ നിന്ന് ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണം. ഫാഷിസത്തിനെതിരെയുള്ള കൂട്ടായ്മകൾ ഫാഷിസത്തിൻ്റെ പരിപൂർണമായ തകർച്ചയ്ക്ക് കാരണമാവണം. ഫാഷിസത്തെ ചെറുക്കുന്നതിന്
ഇൻ്റലക്ച്വൽ വാർ, ഒരു ബുദ്ധിപരമായ നീക്കം അനിവാര്യമാണ് എന്ന് വളരെ കൃത്യമായി മതേതര ഇന്ത്യയുടെ ഭാവിയെ പ്രചരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും നമുക്ക് ബാബരി വിധി, നിസ്സംഗത, നിലനിൽപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ അവസാനമായിട്ട് വിധി വന്നു. ഈ വിധികളിലൂടെ ഉണ്ടായത് എന്താണ്? ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ സെക്കുലറിസത്തിനുമേറ്റ ഏറ്റവും വലിയ ഒരു തകർച്ചയാണ്, അല്ലെങ്കിൽ ഒരു പതനമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ മതേതര ഇന്ത്യയുടെ മറ്റൊരു കറുത്ത ദിനമായിട്ട് അവസാനമായിട്ട് ഉണ്ടായ ബാബരി വിധിയെ നാം എല്ലാവരും എഴുതിയിരിക്കുകയാണ്. കോടതി വ്യവഹാരങ്ങളിലെ താമസം നമുക്കെല്ലാവർക്കും അറിയാം. ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ഭരണഘടനയെ അനുശാസിക്കുന്ന, ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ പൂർണ്ണമായി ഹനിക്കുന്ന രൂപത്തിലുള്ള വിധികളാണ്, അതല്ലെങ്കിൽ പ്രസ്താവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാനത്തെ വിധിയും ആ രൂപത്തിലാണ് കാണുന്നത്. തികച്ചും അനീതിയാണ് ഈ ബാബരി വിധി നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. രണ്ടാമതായിട്ട് ഈ വിധി നൽകുന്ന മറ്റൊരു സന്ദേശം, കോടതി വ്യവഹാരങ്ങളിലെ താമസം. രാജ്യം മുഴുവനും ശ്രദ്ധിച്ച കേസിൻ്റെ വിചാരണക്കും വിധിക്കും 3 പതിറ്റാണ്ടോളം കാത്തു നിൽക്കേണ്ടി വന്നു. എന്നിട്ട് എന്താണ് അവസാനമായി നമുക്ക് വന്ന വിധി? പതിറ്റാണ്ടുകൾ നീളുന്ന വ്യവഹാരങ്ങൾ പലപ്പോഴും കേസിൽ ഉൾപ്പെട്ടവർ മാത്രമല്ല, സമൂഹത്തിൻ്റെ തന്നെ താല്പര്യങ്ങളെ നിഹനിക്കുന്നവയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹദ്രോഹികൾ ബാബരി മസ്ജിദ് തകർത്തു എന്ന കാര്യം നിസ്തർക്കമാണ് എന്ന് കോടതി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അത് മുൻകൂട്ടി നിശ്ചയിച്ച ഒന്നായിരുന്നില്ലെന്നാണ് കോടതിയുടെ നിഗമനം. ബാബരിയുടെ തകർച്ചയിലേക്ക് നയിച്ച രാഷ്ട്രീയ സംഭവവികാസങ്ങളും വർഗീയ പ്രക്ഷോഭങ്ങളും ചരിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സാധാരണ പൗരന്മാർക്ക് പോലും അറിയാം. കാരണം ദ്രോഹികളാണ് ബാബരി മസ്ജിദ് തകർത്ത് എന്ന് പറയുന്നതോട് കൂടെ തന്നെ, എന്നാൽ അത് മുൻകൂട്ടി നിശ്ചയിച്ച ഒന്നായിരുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും വിഷ്വൽ എവിഡൻസ് ഉള്ള ഒരു കേസ് മറ്റൊന്നുണ്ടാകില്ല. എല്ലാം വെളിച്ചത്തിലാണ്. കലാപങ്ങൾ, കലാപത്തിന് ആഹ്വാനങ്ങൾ, വെല്ലുവിളികൾ, പള്ളി പൊളിക്കാനുള്ള നിർദ്ദേശങ്ങൾ, പൊളിക്കൽ, അതിന് നേതൃത്വം നൽകിയ ആളുകൾ, അവരുടെ ആഹ്ലാദാരവങ്ങൾ, മധുരപലഹാരം നൽകൽ, അത് പരസ്യമായി ചെയ്യുക എന്നത് തന്നെയായിരുന്നു അവരുടെ പരിപാടി. ആ കാഴ്ചയുണ്ടാക്കിയ ഹിന്ദുത്വ ഉത്തേജനമാണ് ഇന്നത്തെ ഭരണം എന്നുള്ളത് മറ്റൊരു കാര്യം. രാജ്യത്തെ ഏറ്റവും പരസ്യമായ കുറ്റകൃത്യത്തിൻ്റെ വിധി വരാനടുത്ത സമയം, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പരസ്യമായ കുറ്റകൃത്യത്തിൻ്റെ വിധി, ഇത്രമാത്രം വിഷ്വൽ എവിഡൻസ് ഉള്ള, എല്ലാ അർത്ഥത്തിലും തെളിവുകളുള്ള ആ വിധിയുടെ പരിണിതി, അല്ലെങ്കിൽ അതിൻ്റെ അവസാനമായി വിധി വന്നത്, ഇതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയും സഹായിച്ച ആളുകൾ പ്രതികളല്ല എന്ന് പറയുമ്പോൾ അവർ ഇത്തരത്തിൽ ഈ ഒരു പതനം ഇല്ലാതിരിക്കാനാണ്, അതല്ലെങ്കിൽ ആ പതനം അകറ്റാനാണ്, ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിച്ചത് എന്ന് കോടതി പറയുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നാം പറയുക? ഇവിടെ ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങൾ ബാക്കി വരുന്ന വിധിയാണിത് എന്ന് ചുരുക്കത്തിൽ പറയാം. ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്, ഉത്തരങ്ങൾ വളരെ കുറവാണ്. തെളിവുകൾ സമർപ്പിക്കേണ്ടതും കോടതിക്ക് സ്വീകാര്യമാക്കി തീർക്കേണ്ടതുമായ ഏജൻസികൾ രാഷ്ട്രീയാധികാരത്തിൽ നിന്ന് വിമുക്തമാവണം. പ്രധാനമായിട്ടും തെളിവുകൾ സമർപ്പിക്കേണ്ടതും കോടതിക്ക്
സ്വീകാര്യമാക്കി തീർക്കേണ്ടതുമായ ഏജൻസികൾ രാഷ്ട്രീയാധികാരത്തിൽ നിന്ന് വിമുക്തമാവണം. അന്വേഷണ ഏജൻസികൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി തീർന്നാൽ പിന്നെ സ്വതന്ത്ര അന്വേഷണം നടക്കില്ല. സ്വതന്ത്രാന്വേഷണം നടന്നില്ലെങ്കിൽ സ്വതന്ത്രമായ പ്രോസിക്യൂഷനും ഉണ്ടാവില്ല എന്നൊരു പരമാർത്ഥമാണ്. അതൊക്കെയാണ് അല്ലെങ്കിൽ ഈ വിധിയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്ദേശം. അവസാനമായി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നിയമവാഴ്ചയില്ലെങ്കിൽ ജനാധിപത്യമില്ല എന്നും കൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ വിധിക്കെതിരെ CBIയോ മറ്റാരെങ്കിലുമോ അപ്പീൽ ഫയൽ ചെയ്യുമോ എന്ന ചോദ്യം പോലും ഫലത്തിൽ അപ്രസക്തമാകുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു സമയം. ഒരു ചടങ്ങ് എന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പീൽ നൽകിയാൽ അതൊരു ചടങ്ങ് എന്നതിലപ്പുറം അതിന് മറ്റൊരു പ്രാധാന്യം ഉണ്ടാകുമോ? സംശയമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും കെട്ടുറപ്പും നിയമവാഴ്ചയിലുമുള്ള വിശ്വാസം കൊണ്ടാണ്. അതല്ലേ ഇന്ന് രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ സമത്വവും ഐക്യവും അഖണ്ഡതയും കെട്ടുറപ്പുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിയമവാഴ്ചയുള്ള വിശ്വാസം കൊണ്ടാണ്. ഈ വിശ്വാസം തകർക്കുന്ന വിധത്തിൽ അധികാരികളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തിച്ചാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എങ്ങോട്ട് പോകുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമുക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രൂപത്തിൽ അവസാനമായിട്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവേണ്ടത് ജുഡീഷ്യറിയിലാണ്. എന്നാൽ ജുഡീഷ്യറി പോലും ഈ രൂപത്തിൽ മാറുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്നുള്ളത് കൃത്യമായി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ബാബരി പതനം അല്ലെങ്കിൽ ഈ അവസാനമായി വന്നിട്ടുള്ള ഈ ഒരു വിധി തികച്ചും അനീതിയാണ് സമ്പാദിക്കുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മാത്രമല്ല രാജ്യത്തിൻ്റെ ഭാവിക്ക് തന്നെ അത് ക്ഷീണം പറ്റുന്ന രൂപത്തിൽ ഉള്ള വിധിയാണ് ഉള്ളത് എന്ന് നമുക്ക് നിസ്തർക്കം പറയാൻ സാധിക്കും. ഇപ്പോൾ ഏതായാലും ഒരു മതേതര വിശ്വാസികളായിട്ടുള്ള ഇന്ത്യയുടെ യഥാർത്ഥ പൗരന്മാരായ നാം ഓരോരുത്തരും ഇന്ത്യയുടെ നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ സത്താർ സാഹിബ് തൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മതേതര ആത്മാർത്ഥമായ സമർത്ഥമായ നേരിടാൻ സാധിക്കുന്ന മതേതര കക്ഷികളെ മതേതര കൂട്ടായ്മകളെ നമുക്ക് ശക്തിപ്പെടുത്താം. ആത്മാർത്ഥമായുള്ള ഒരു ഇൻ്റലക്ച്വൽ ഒരു ബുദ്ധിപരമായ നീക്കം ഇതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമഫലങ്ങൾ എന്ന് അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ ശ്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം ചുരുക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ഇന്ത്യ എന്ന ഈ ജനാധിപത്യ രാജ്യത്ത് സ്വേച്ഛാധിപതികളായി വാഴുന്ന ഒരു ഭരണകൂടത്തിൻ്റെ വികൃതികളിൽ ഒന്ന് മാത്രമാണല്ലോ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം. നീതിയുടെ അവസാന വാക്കായ സുപ്രീം കോടതി പോലും RSSൻ്റെ വക്താക്കളാകുമ്പോൾ ഇത്രയൊക്കെ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്നിരുന്നാലും അനീതിക്കെതിരെയുള്ള പ്രതിഷേധം ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും ബാധ്യതയാണ്. അത് നിറവേറ്റുകയും രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളാവുകയും ചെയ്യുകയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. ബാബരി നീതി നിസ്സംഗത നിലനിൽപ്പ് എന്ന ശീർഷകത്തിൽ SKSSFൻ്റെ പണ്ഡിത വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ത്വലബ വിങ്ങിൻ്റെ തിരുരങ്ങാടി മേഖല ഒരു ചർച്ച വെക്കാൻ തീരുമാനിക്കുകയും അൽഹംദുലില്ലാ വളരെ മനോഹരമായി ഇന്നത് പൂർത്തീകരിക്കുകയും ചെയ്യാൻ സാധിച്ചു. നാഥൻ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം വേദിക്ക് നന്ദി പറയുക എന്നതാണ്. ഈ ചർച്ച ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പറും
പ്രിയങ്കരനുമായ ET മുഹമ്മദ് ബഷീർ സാഹിബ് അവറുകൾക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജാബിർ ഹുദവി അവർകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ വിഷയങ്ങളിലായി നമ്മോട് സംവദിച്ച സുന്നി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദമായ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അവറുകൾക്കും പ്രാസംഗികനും സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സത്താർ പന്തല്ലൂർ അവർകൾക്കും എഴുത്തുകാരനും ചിന്തകനും പ്രാസംഗികനുമായ ഡോക്ടർ മൊയിൻ ഹുദവി അവർകൾക്കും മറ്റു എൻ്റെ സഹപ്രവർത്തകർക്കും ഈ പരിപാടിയുമായി സഹകരിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും തിരുരങ്ങാടി മേഖല ത്വലബ വിങ്ങിൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.